ചൈനയുടെ ഒരു തീരുമാനം ഇന്ത്യക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്നതിനെക്കുറിച്ചാണ് ഇനി സംസാരിക്കാനുള്ളത്. കാര്യം മറ്റൊന്നുമല്ല. ചൈന ഈ സ്മാർട്ട് ഫോണുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, CT സ്കാനറുകൾ തുടങ്ങിയ ഹൈടെക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ US കയറ്റുമതി ചെയ്യുന്നത് ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്കെതിരെ ചുമത്താൻ പോകുന്ന താരിഫ് തന്നെയാണ്. നേരത്തെ തന്നെ ട്രംപ് ഇത് വ്യക്തമാക്കി കഴിഞ്ഞു, ചൈനയിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾക്ക് താരിഫ് വർദ്ധിപ്പിക്കുമെന്ന്. കൂടാതെ അമേരിക്ക ശ്രമിക്കുന്നത് അമേരിക്കയിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തുവാനും അതല്ലെങ്കിൽ ചൈനയിൽ നിന്ന് മാറി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപാരം നടത്തുന്നതും പ്രൊഡക്ഷൻ നടത്തുന്നതും വ്യാപിപ്പിക്കാനുമാണ്. ഇത് മനസ്സിലാക്കിയ ചൈന വേൾഡിലെ ഫാക്ടറി എന്ന തങ്ങളുടെ ടൈറ്റിൽ തങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാനും അമേരിക്കൻ കമ്പനികൾ തങ്ങളിൽ നിന്ന് എന്നേക്കുമായി പോകാതിരിക്കാനും വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ശരിക്കും അമേരിക്ക ചൈന രണ്ടാം ഘട്ടത്തിലെ ട്രേഡ് യുദ്ധം തുടങ്ങി എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു വ്യാപാര യുദ്ധം ഇന്ത്യക്ക് വളരെ വളരെ ഗുണം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് ട്രംപ് വന്നു കഴിഞ്ഞാൽ. മുൻപ് എങ്ങനെയായിരുന്നു ട്രംപ് ഭരണത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ചൈന അമേരിക്ക ബന്ധം വളരെയധികം വഷളായത്, ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന്. ഇവിടെ ട്രംപ് ആഗ്രഹിക്കുന്നത് ചൈനയെ പോലെ സ്വയം ഒരു വേൾഡിലെ ഫാക്ടറി ആയിട്ട് മാറാനും പ്രൊഡക്ഷൻ കംപ്ലീറ്റ് അമേരിക്കയിൽ നിന്ന് നടത്താനും ഒക്കെയാണ്. പക്ഷെ അത് നടക്കില്ല. കാരണം ഇന്ന് വളരെയധികം മത്സര ബുദ്ധിയോടെ വിപണിയിൽ ഒരുപാട് കമ്പനികൾ മത്സരിക്കുന്ന ഒരു കാലമാണ്. മാത്രമല്ല ചൈനയിലും ഒരുപാട് കമ്പനികൾ പ്രാദേശികമായിട്ട് വളർന്നു കഴിഞ്ഞു. ഈ കമ്പനികളും ഇന്ന് വ്യാപാര രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ശക്തികളായിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ കമ്പനികൾ അമേരിക്കയിൽ പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ ഇപ്പോൾ ഐഫോൺ ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ വിൽക്കുകയാണെങ്കിൽ അത് 1.5 ലക്ഷത്തിന് വിറ്റാലേ കമ്പനിക്ക് പിന്നീട് മുതലാകൂ എന്ന സ്ഥിതി വരും. കാരണം അമേരിക്കയിലെ ലേബർ ചാർജ് വളരെ കൂടുതലാണ്. അസംസ്കൃത വസ്തുക്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ അമേരിക്കൻ കമ്പനികൾ വളരെയധികം ആസ്വദിച്ച് ഉൽപാദനം ചൈനയിൽ നടത്താൻ കാരണം ചൈനീസ് സർക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെയുള്ള ഒരുപാട് കമ്പനികളെ ഒരു ഘട്ടത്തിൽ പ്രോത്സാഹിപ്പിച്ചു. അവരുടെ പ്രാദേശിക കമ്പനികളെ ചൈനയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് ഈ അസംസ്കൃത വസ്തുക്കൾ പരമാവധി എവിടെയൊക്കെ കിട്ടുമോ അതെല്ലാം ചൈനയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. അപ്പൊ ഇതിലൂടെ ഇപ്പോൾ ഒരു കമ്പനി ചൈനയിൽ പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ അന്വേഷിച്ച് അവർ പോകേണ്ട കാര്യമില്ല. ചൈന ഓൾറെഡി അത് കണ്ടെത്തി അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷന് അവർക്ക് വലിയ തടസ്സം ഉണ്ടാവില്ല. എല്ലാ ഫെസിലിറ്റീസും ചൈനയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനികൾ ഇത് എൻജോയ് ചെയ്തിരുന്നു. ഈ സമയത്ത് അമേരിക്ക ഈ ചൈന അസംസ്കൃത വസ്തുക്കൾ പരമാവധി ഇത്തരത്തിൽ കണ്ടെത്തി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിനെ ഒരു പ്രശ്നമായി ആ സമയത്തൊന്നും കണ്ടില്ല. കാരണം ഇതിലൂടെ അമേരിക്കൻ കമ്പനികളാണ് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല, നടക്കട്ടെ എന്ന രീതിയിലായിരുന്നു എടുത്തത്. പക്ഷെ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഈ അസംസ്കൃത വസ്തുക്കൾ, അത് സ്മാർട്ട് ഫോണുകളായിക്കോട്ടെ, ഇലക്ട്രിക് വാഹനങ്ങളായിക്കോട്ടെ, റഡാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ CT സ്കാനറുകൾ, ഇവയൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഏറ്റവും അധികം ഇപ്പോൾ കളക്ട് ചെയ്യുന്നത് ചൈനയാണ്. അപ്പൊ ചൈനയുടെ സഹായമില്ലെങ്കിൽ പല രാജ്യങ്ങൾക്കും ഇത് കിട്ടാത്ത സാഹചര്യമുണ്ട്, ഇന്ത്യക്ക് പോലും. അപ്പോൾ അതാണ് ഇന്ത്യയാണെങ്കിലും ഇപ്പോൾ അമേരിക്ക ആണെങ്കിലും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടക്കുക? അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് അമേരിക്കയിൽ പ്രൊഡക്ഷൻ നടത്താം എന്നുള്ള സ്വപ്നങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും ഒരു തിരിച്ചടി ഇതായിട്ട് മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രംപിന് എന്തായാലും ചൈനയോട് സ്നേഹം കൂടാനോ അല്ലെങ്കിൽ മമത തോന്നാനോ ചൈനയുടെ മുമ്പിൽ കീഴടങ്ങി കൊടുക്കാനോ ഒന്നും തോന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യും? കൂടുതൽ വാശിയോടെ ചൈനയ്ക്കെതിരെ പ്രവർത്തിക്കാനായിരിക്കും സാധ്യത കൂടുതൽ. അങ്ങനെ വരുമ്പോഴാണ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി തീരുന്നത്. ഇന്ത്യ ഓൾറെഡി റഷ്യയുമായും അമേരിക്കയുമായും നല്ല റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചൈനയുമായി അടുത്തിടെ ഉണ്ടായ പുരോഗതി ഇന്ത്യ ചൈന ബന്ധത്തിലും ഒരു നേരിയ മാറ്റങ്ങൾ കാണുന്നതിന്റെ സൂചനയായി കാണാം. അങ്ങനെ വന്നാൽ ചൈനീസ് കമ്പനികളടക്കം, മറ്റൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചൈനീസ് കമ്പനികൾ പോലും ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിലേക്ക് കാര്യങ്ങളെത്തും. ഇന്ത്യയിലേക്ക് അസംസ്കൃത വസ്തുക്കൾ നൽകുന്നതിന് നിലവിൽ ചൈനയുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള എതിർപ്പ് ഉള്ളതായി കാണുന്നില്ല. അമേരിക്കയെക്കാൾ വലിയ വിപണിയാണ് ഇന്ത്യ. കാരണം 145 കോടി ജനങ്ങളുണ്ട്. ഇന്ത്യ അതിവേഗത്തിൽ വളരുന്ന ഒരു എക്കണോമിക് പവറുമാണ്. അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ചൈനയ്ക്കും ഏറെ ഗുണം ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കാലത്ത് അമേരിക്ക എന്ന രാജ്യം ചൈനയെ എങ്ങനെ കണ്ടു അതുപോലെയാണ് ഇന്ന് ചൈന ഇന്ത്യയെ കാണുന്നത്. വലിയ സാധ്യതകൾ ഇന്ത്യക്ക് ഉണ്ടെന്ന് ചൈനയ്ക്ക് അറിയാം. അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഇതറിയാം. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കൊരു സുവർണ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഈ രണ്ട് എക്കണോമിക് പവേഴ്സ് തമ്മിലുള്ള ട്രേഡ് വാറിനിടയിൽ നമുക്ക് നൈസായിട്ട് വളരാൻ പറ്റും. ഇതിനെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ശീതയുദ്ധവുമായി നമുക്ക് താരതമ്യപ്പെടുത്താം. എങ്ങനെയാണോ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ശീതയുദ്ധം നടന്നപ്പോൾ ചൈന അതിനിടയിൽ കൂടി നൈസിനെ വളർന്നത്,
അതുപോലെ ഇപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിൽ വ്യാപാര യുദ്ധം നടക്കുമ്പോൾ അതിനിടയിലൂടെ വളരാൻ ഇന്ത്യയുടെ മുമ്പിലും ഒരു വലിയ അവസരം ലഭ്യമായിരിക്കുകയാണ്. ട്രംപിന്റെ പ്രഖ്യാപനം മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ചൈനയെ പ്രേരിപ്പിച്ചത്. അതായത് ഈ അസംസ്കൃത വസ്തുക്കളുടെ നിരോധനത്തിലേക്ക് ചൈനയെ നയിച്ച പ്രധാന ഘടകമെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ചിപ്പുകൾ നിർമ്മിക്കുന്നതിന് ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കൂടിയാണ്. അത് ചൈനയെ വല്ലാതെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. ചൈനയുടെ പുതിയ കയറ്റുമതി നിരോധനത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇതുകൂടിയാണ്. ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും തിരിച്ചു എന്നുള്ള ഒരു നിലപാടാണ് ചൈന എടുത്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും രണ്ട് വലിയ സാമ്പത്തിക ശക്തികളാണ് ചൈനയും അമേരിക്കയും. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. പക്ഷെ ഇന്ത്യയുടെ കാര്യം അതല്ല. ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയാകാൻ പരിശ്രമിക്കുന്ന രാജ്യമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ നിന്ന് പരമാവധി എങ്ങനെയൊക്കെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ നേട്ടമുണ്ടാക്കുക. നമ്മുടെ ശക്തി പ്രകടനത്തിന്റെയോ നമ്മൾ വലിയ സൂപ്പർ പവർ ആണെന്ന് കാണിക്കേണ്ടതോ ആയിട്ടുള്ള ഒരു സമയമല്ല ഇത്. ഈ സമയം അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റേണ്ടതാണ്. ട്രംപിന്റെ പുതിയതായി പ്രഖ്യാപിച്ച താരിഫ് എന്ന് പറയുന്ന സമീപനങ്ങൾക്കൊപ്പം, അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കൊപ്പം തന്നെ ജോ ബൈഡൻ സ്വീകരിച്ച കടുത്ത നിയന്ത്രണങ്ങളും ഇപ്പോൾ ചൈനീസ് വൃത്തങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. അതായത് പോകുന്നതിന് മുമ്പ് ബൈഡൻ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ ചൈനയ്ക്കിട്ടൊരു പണി കൊടുത്തതായിട്ടാണ് ചൈന കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൈനയ്ക്ക് ഒരു വശത്ത് ട്രംപിന്റെ 35% താരിഫ്, അതിനു മുമ്പ് ഇപ്പോൾ ബൈഡന്റെ വക നിയന്ത്രണങ്ങൾ, ഇതെല്ലാം കൂടെ ആയപ്പോൾ ചൈനയ്ക്ക് ഭ്രാന്ത് കയറി. അങ്ങനെയാണ് അവരിപ്പോൾ ഈ ഉപരോധത്തിലേക്കും നിരോധനത്തിലേക്കും ഒക്കെ അവരും കടന്നിരിക്കുന്നത്. ഉപരോധ പട്ടികയിൽ ഇപ്പോൾ അമേരിക്ക 20 ചൈനീസ് കമ്പനികളെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. വലിയൊരു വ്യാപാര യുദ്ധത്തിലേക്ക് രണ്ട് പ്രധാന ശക്തികൾ പോകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ചൈന ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഈ അസംസ്കൃത വസ്തുക്കളിൽ പ്രധാനമായിട്ട് ഗാലിയം, ജർമേനിയം, ആന്റിമണി തുടങ്ങിയവയുടെ കയറ്റുമതിയൊക്കെയാണ് ചൈന നിരോധിച്ചിരിക്കുന്നത്. ഈ ലോഹങ്ങളെല്ലാം സാങ്കേതിക പ്രതിരോധ മേഖലകൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്പ്യൂട്ടർ, സുരക്ഷ, പുനരുപയോഗ, ഊർജ്ജ സാങ്കേതികവിദ്യ എന്നിവയിലാണ് പ്രധാനമായിട്ട് ഈ ലോഹങ്ങൾ ഉപയോഗിക്കുന്നത്. ഗാലിയം, ജർമേനിയം എന്നിവയുടെ കയറ്റുമതി നിരോധിക്കുന്നത് US സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏതാണ്ട് $3 ബില്യൺ നഷ്ടമുണ്ടാക്കുമെന്നാണ് ഈ അടുത്തിടെ വന്ന ഒരു പഠനത്തിൽ പറയുന്നത്. ലോഹങ്ങളുടെ കയറ്റുമതിക്ക് വ്യക്തിഗത ലൈസൻസ് വേണമെന്ന നിയന്ത്രണം, ആ ഒരു നിബന്ധന 2023 ജൂലൈയിൽ തന്നെ ചൈന ഏർപ്പെടുത്തുകയും ചെയ്തതാണ്. ചൈനയുടെ പ്രകൃതി വിഭവ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം US ഇവയൊന്നും കയറ്റുമതി ചെയ്തിട്ടില്ല എന്നാണ് സൂചന. ലോകമെമ്പാടും ഉപയോഗിക്കുന്ന മിക്ക പ്രധാന ധാതുക്കളുടെയും പ്രധാന ഉൽപാദകർ ചൈനയാണ്. ഉദാഹരണത്തിന് ജപ്പാൻ മിക്കവാറും എല്ലാ ഗാലിയം ആവശ്യങ്ങളും ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. മാത്രമല്ല സ്ക്രാപ്പ് മെറ്റൽ റീസൈക്കിൾ ചെയ്തുകൊണ്ട് കുറഞ്ഞ അളവിൽ ഇത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ചൈന കഴിഞ്ഞ ഒരു 2-3 പതിറ്റാണ്ടായിട്ട് ഉൽപാദന രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വാധീനമുണ്ട്. അത് അത്ര എളുപ്പത്തിൽ ഒരു രാജ്യത്തിനും മറികടക്കാൻ പറ്റില്ല. അത് അമേരിക്കയ്ക്ക് പോലും കഴിയില്ല എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം. എന്തെങ്കിലും ഒരു സാധ്യത ഇനി ഉള്ളത് ഇന്ത്യക്കാണ്. ഇന്ത്യ എങ്ങനെ ഈ വിഷയങ്ങളെയും അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നു എന്നത് ആശ്രയിച്ചായിരിക്കും ആ ഒരു സാധ്യത നമുക്കുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.